ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി സംബന്ധിച്ച വാർത്തകൾ വരുമ്പോൾ ഇന്ത്യയുടെ ജയം വിളിച്ചോതുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 9 കേന്ദ്രങ്ങളിലായി തൊടുത്തുവിട്ട സ്കാഡ് സ്ട്രോം ഷാഡോ ക്രൂയിസ് മിസൈൽ പതിച്ചത് ഭീകരരുടെ നെഞ്ചിലാണെന്ന് തിരിച്ചറിയുക. ഇങ്ങോട്ട് അടിച്ചതിന്റെ തീവ്രതയിൽ തിരിച്ചു കിട്ടുമ്പോൾ പാക്കികൾക്ക് താങ്ങുന്നില്ല. ഇന്ത്യയുടെ ആ ഒറ്റ ദിവസത്തെ അടിയിൽ 5 ഭീകരരുടെ ജീവൻ പോയെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ തീവ്രവാദ സംഘടനയിൽ പെട്ടവരാണ് കൊല്ലപ്പെട്ടത്. നിലവിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എസ് ജയശങ്കറുമായും പാകിസ്ഥാന്റെ സൈനിക മേധാവിയായും സംസാരിച്ചുവെന്ന് വാർത്തകൾ വന്നിരുന്നു. ലോകരാജ്യങ്ങൾ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. സൗദിയുടെ ഭാഗത്തു നിന്നും ഇതിനായുള്ള നീക്കം നടന്നിട്ടുണ്ട്. കൂടാതെ ആക്രമണം നിർത്താൻ G7 രാജ്യങ്ങളുടെ ആവശ്യം ശക്തം. ചൈന മധ്യസ്ഥരാവുമെന്ന വിവരവും പുറത്തുവരുന്നു. സമാധാനപരമായി മുന്നോട്ട് പോവാനാണ് രാജ്യങ്ങൾ ശ്രമിക്കേണ്ടതെന്ന നിർദ്ദേശമാണ് ലോകരാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കും നൽകുന്നത്. ഇന്ത്യ പാക് DGMOമാരുടെ ചർച്ച നടന്നിട്ടുണ്ട്. രാത്രി മാത്രം പ്രകോപനം നടത്തിയ പാക് ഇന്ന് പകലും അടിച്ചു കയറുകയാണ്. തിരിച്ചടിയുടെ ആക്കം മനസ്സിലായിട്ടും അറിയാത്ത പോലെ വീണ്ടും ഇടിച്ചു കയറുന്നത് എന്തിനാണ് പാകിസ്ഥാൻ? കള്ളക്കഥ പ്രചരിപ്പിച്ച് വിജയം കാണാൻ നടക്കുന്ന പാക്കികളുടെ ബുദ്ധി ലോ ലെവൽ എന്ന് തീർച്ച. ആരും പറയേണ്ട, ഞങ്ങൾക്ക് ശരി തീവ്രവാദമാണെന്ന മട്ടിലാണ് ഇവരുടെ പ്രവൃത്തി. അതുകൊണ്ടാണ് എന്തിനാണെന്ന് പോലും അറിയാതെ തുടക്കം മുതൽ പറയുന്നത് ആണവായുധം പ്രയോഗിക്കും. ഇവരോട് എന്താ പറയുക? സ്കൂൾ അങ്കണത്തിൽ ഭീകരന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക, അതിന് ആഗോള ഭീകരനായ ഹാഫിസ് അബ്ദുൾ റൌഫ് നേതൃത്വം നൽകുക, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അഭിമാനം കൊള്ളുക. ഓർത്തോളൂ പാക്കികളെ, നിങ്ങൾ ഒളിപ്പിച്ച തലയ്ക്ക് വിലയുള്ള ഭീകരരെ ഞങ്ങൾ ഇനിയും ലക്ഷ്യം വെക്കും. രാജ്യവും മനുഷ്യരുമല്ല ഇവിടെ പ്രശ്നം, തീവ്രവാദമാണ്. ഇനി ഒരു പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യയുടെ തിരിച്ചടി ഇതിലും വലുതാവും. മെയ് 7 നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു എന്ന് പുതുതായി വന്ന വാർത്തയിൽ 3 പേർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരും 2 പേർ ലഷ്കർ ഇ തൊയ്ബ ഭീകരരുമാണ്. മസൂദ് അസറിന്റെ ബന്ധുക്കളുണ്ട് 2 പേർ ഈ മരിച്ചവരിൽ. മുദസർ ഖാദിയാൻ, അബു ആഘാഷ എന്നിവരാണ് 2 ലഷ്കർ ഇ ഭീകരർ. അബു ആഘാഷ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആയുധക്കടത്തിൽ പ്രധാനിയാണ്. ജെയ്ഷെ മുഹമ്മദിൽപ്പെട്ട ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസർ, മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവരാണ് മറ്റു 3 പേർ. ഇതിൽ 1999 കാണ്ഡഹാർ വിമാനമ്രാഞ്ചലിലെ പ്രതിയുമുണ്ട് മുഹമ്മദ് യൂസഫ് അസർ. ഇയാളെ ഇന്നും അന്വേഷണ ഏജൻസി തിരയുന്നവരുടെ പട്ടികയിലുമുണ്ട് ഇയാൾ.